ഹലോ, എല്ലാവർക്കും agri-tech എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ഈസി ആയ ഒരു കൃഷിരീതിയെ കുറിച്ച് പറയാം. മൈക്രോഗ്രീൻ കുറച്ചു പേർക്കൊക്കെ അറിയുന്നുണ്ടാവും. അപ്പൊ അതിന്റെ കൃഷിരീതിയെ കുറിച്ചും അതുപോലെ ഗുണങ്ങളെ കുറിച്ചൊക്കെ അറിയാനായിട്ട് വീഡിയോയിലേക്ക് പോവാം. വിത്ത് മുളച്ച് ഏകദേശം 10-15 ദിവസത്തോളം പ്രായമുള്ള തൈകളാണ് മൈക്രോഗ്രീൻ. ഇപ്പൊ പച്ചക്കറി കൃഷി ചെയ്യാൻ സ്ഥലമില്ലാത്തവർക്ക് അതുപോലെ തന്നെ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കൊക്കെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും. പയറുവർഗ്ഗങ്ങളാണ് കൂടുതൽ ഇത് തയ്യാറാക്കാൻ ഉപയോഗിക്കുന്നത്. എന്നാൽ നെല്ല്, ചോളം, തിന, കടുക്, ഉലുവ തുടങ്ങിയവയുടെ വിത്ത് ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ പച്ചക്കറികളെക്കാളും 4 ഇരട്ടി പോഷക ഗുണം ഇതിന് ലഭിക്കുന്നുണ്ട്. അതുപോലെ ആന്റി ഓക്സിഡൻസ്, വൈറ്റമിൻസ് ഒക്കെ ഒരുപാട് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് മൈക്രോഗ്രീൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ ചെറുപയറാണ് ഉപയോഗിക്കുന്നത്. ഇത് ഇന്നലെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് കുതിർത്തതാണ്. ഇനി ഇത് കോട്ടൺ തുണിയിൽ കിഴിയായിട്ട് ഒരു ദിവസം കെട്ടിവെക്കുക. ഡ്രൈ ആവാൻ സമ്മതിക്കരുത്. അത്യാവശ്യം നനവ് ഉണ്ടായിരിക്കണം. അപ്പോൾ നനച്ചു കൊടുക്കുക. ഇതിപ്പോ ഒരു ദിവസം കിഴിയിൽ കെട്ടിവെച്ചിട്ടുള്ള പയറാണ്. അത്യാവശ്യം മുളച്ചിട്ടുണ്ട്. ഇനി ഇത് ട്രേയിലേക്ക് മാറ്റണം. ഇതുപോലുള്ള ട്രേയോ അല്ലെങ്കിൽ നമുക്ക് സൗകര്യമുള്ള ഏത് പാത്രമാണെങ്കിലും എടുക്കാം. ഇനി ഈ ട്രേയിലേക്ക് ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ കട്ടിയിൽ കുറച്ച് ന്യൂസ് പേപ്പർ ആയാലും മതി. അത് വെച്ച് കൊടുത്തിട്ട് നനച്ചിടാം. പേപ്പർ നന്നായിട്ട് നനയണം. ഇനി വേണമെങ്കിൽ കൊയർപ്പിത്തും മണ്ണൊക്കെ മിക്സ് ആക്കിയിട്ട് അത് വേണമെങ്കിലും ട്രേയിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് മുളപ്പിച്ച പയർ ഓരോ ലെയർ ആയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. തിക്കായിട്ടുള്ള ഗ്രോത്ത് ഒക്കെയാണ് വേണമെന്നുണ്ടെങ്കിൽ 2-3 ലെയർ ആയിട്ടൊക്കെ അതിലിട്ട് കൊടുക്കാം. ഇനി വാട്ടർ ഒന്ന് ചെറുതായിട്ട് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തിട്ട് കിച്ചണിന്റെ ജനൽ സൈഡിലോ അല്ലെങ്കിൽ എവിടെയാണ് സൗകര്യം എന്നുള്ളത് വെച്ചാൽ അവിടെ വെക്കാം. പിന്നെ ദിവസവും കുറച്ച് നേരം വെയിൽ കൊള്ളിക്കണം. ഇതിപ്പോൾ ഏതൊരു പ്ലാന്റ് ആണെങ്കിലും അത് വളരണമെങ്കിൽ സൺലൈറ്റ് അത്യാവശ്യമാണല്ലോ. അപ്പൊ രാവിലെ മുതൽ വൈകുന്നേരം വരെ അത്യാവശ്യം വെയിൽ കിട്ടുന്നിടത്ത് വെച്ചാൽ അത്രയും നല്ലതാണ്. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിന് ന്യൂട്രിയൻസ് ഒന്നും കൊടുക്കുന്നില്ലല്ലോ. ജസ്റ്റ് ഒരു ടിഷ്യൂ പേപ്പറിൽ അതിനെ വളർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്താന്ന് വെച്ചാല് 3 നേരം വെള്ളം സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കണം. ഓവറായിട്ട് വെള്ളം ഒഴിക്കരുത്. അങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് ചീഞ്ഞു പോകാൻ നല്ല ചാൻസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് തളിച്ചു കൊടുക്കുക. ചെറുപയർ ഏകദേശം 8 ദിവസത്തിനുള്ളിൽ നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിപ്പോ 8 ദിവസം പ്രായമായിട്ടുള്ള ചെറുപയറാണ്. 2 ഇലകളാവുന്ന ടൈമിൽ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുക. 2-ൽ കൂടുതൽ ഇലകളാവുമ്പോൾ അതിന്റെ റൂട്ട് കൂടി എടുക്കുകയാണെങ്കിൽ അതിന്റെ റൂട്ടിന് ടേസ്റ്റ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഇതിപ്പോ മണ്ണിലല്ലാത്തതുകൊണ്ട് തന്നെ റൂട്ടും കഴിക്കാൻ പറ്റും. പക്ഷെ ഞാൻ റൂട്ട് എടുക്കുന്നില്ല. നമ്മൾ ഇതുപോലെ തന്നെ പയറ് മുളപ്പിച്ചിട്ട് സാലഡിലും അതുപോലെ തന്നെ തോരനായിട്ടൊക്കെ കഴിക്കാറുണ്ട്. അതും മൈക്രോഗ്രീനും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് വെച്ചാല് നമ്മൾ മുളപ്പിച്ച് കഴിക്കുന്നതിനേക്കാൾ 4 മുതൽ 6 ഇരട്ടി ന്യൂട്രിയൻസ് മൈക്രോഗ്രീനിൽ കിട്ടും. നമ്മൾ മുളപ്പിച്ച് കഴിക്കുമ്പോൾ അത് ജസ്റ്റ് വെള്ളത്തിൽ ഇട്ടിട്ട് മുളപ്പിക്കുകയാണ് ചെയ്യുക. എന്നാൽ മൈക്രോഗ്രീൻ എങ്ങനെയാന്ന് വെച്ചാൽ അതിൽ സൺലൈറ്റിന്റെ പ്രസൻസ് കൂടി കിട്ടുമ്പോൾ ലീവ്സിൽ ഒരുപാട് ന്യൂട്രിയൻസ് പ്രൊഡ്യൂസ് ആവും. അതുകൊണ്ടാണ് സ്പ്രൗട്ടിനേക്കാൾ കൂടുതൽ ഔഷധ ഗുണം മൈക്രോഗ്രീനാണെന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടിക്കൊക്കെ കൊടുക്കാൻ വളരെ നല്ലതാണ്. ഇനി നമുക്കിത് ഇഷ്ടമുള്ള രീതിയിൽ കഴിക്കാം. സാലഡ് ആയിട്ടാണെങ്കിൽ അങ്ങനെ കഴിക്കാം, അല്ലെങ്കിൽ തോരൻ ഉണ്ടാക്കിയിട്ടാണെങ്കിൽ അതും ട്രൈ ചെയ്യാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം.